അറഫയിലുള്ളതായ ആ കുന്നിൻ്റെ പേരെന്താണ്? ജബലു, എല്ലാവരും പറഞ്ഞ ജബലുർ റഹ്മാനാണ്. അപ്പോൾ എല്ലാവരും പഠിക്കേണ്ടതുണ്ട്. ശരി, ഞാൻ ആക്ഷേപിക്കില്ല കേട്ടോ. ജബലു ഇലാൽ എന്നാണ് ആ പർവ്വതത്തിൻ്റെ പേര്. ജബലു ഇലാൽ, ഹിലാലല്ല, ഇലാൽ, ഹംസ കൊണ്ട് ജബലു ഇലാൽ എന്നാണ് ചരിത്രത്തിൽ ആ പർവ്വതത്തിൻ്റെ പേര്. എവിടുന്നാണ് ജബലുർ റഹ്മാൻ എന്ന് പേര് വന്നത്? അത് അശ്ശരികളിൽ നിന്നിട്ട് വന്നതാണ്. അശ്ശരി ഭരണകൂടം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആ അറഫയിലേക്ക് അള്ളാഹുവിൻ്റെ ദാത്തിനോടും അളമത്തിനോടും ജലാലിനോടും യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹുവിടെ ഇറങ്ങിയും കൊണ്ട് സഹീഹ് മുസ്ലിമിൽ പൊടിച്ചിരുന്ന ഹദീസിൽ കാണാം, എന്ത് വേണം ഇവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ്, ഈ മലക്കുകൾ അതിന് സാക്ഷിയാണ് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മലക്കുകളുടെ മുമ്പിൽ അവരെ കൊണ്ട് അഭിമാനിക്കുന്നതായ രംഗത്തെക്കുറിച്ച് സഹീഹ് ഹദീസിൽ വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ സന്ദർഭത്തിൽ അള്ളാഹു, ആ ഹദീസിലുള്ളത് എന്താണ്? അള്ളാഹു അവൻ്റെ ദാത്തിനോട് അളമത്തിനോട് ജലാലിനോട് യോജിക്കുന്ന രൂപത്തിൽ ഒന്നാം ആകാശത്തിലേക്ക് എന്ത് ചെയ്യും? ഇറങ്ങും. അത് അശ്ശരികൾ എന്ന് പറയും. അള്ളാഹ് ഇറങ്ങൂല, അള്ളാഹിൻ്റെ റഹ്മത്ത് ഇറങ്ങാൻ. അപ്പോൾ അള്ളാഹ് റഹ്മത്ത് ഇറങ്ങാന്ന് പറയുമ്പോൾ എന്ത് വന്നു? അവിടെയുള്ള പർവ്വതത്തിൻ്റെ പേര് ജബലു. ഇപ്പം മനസ്സിലായോ ജബലുർ റഹ്മത്ത് എന്ന് പേര് വരാൻ കാരണം? മനസ്സിലായില്ലേ? അത് ഒരു കാലഘട്ടത്തിൽ ഭരണകൂടം നടത്തിയവരുടെ കാലഘട്ടത്തിലുണ്ടായ പേരാണത് ജബലുർ റഹ്മ എന്നല്ലാതെ ജബലുർ റഹ്മത്ത് എന്നല്ല യഥാർത്ഥ പേര്. പക്ഷെ ആ പേരിൽ അറിയപ്പെട്ടു പോയത് കൊണ്ട് അത് പറഞ്ഞാലേ ജനങ്ങൾക്ക് അത് അറിയുകയുള്ളൂ. ഇല്ലെങ്കിൽ ഹാജിമാരുടെ ബസ് പോയാൽ പിന്നെ അവർക്ക് മിനയിലേക്ക് എത്താൻ പറ്റൂല. മനസ്സിലായില്ലേ? അവർക്ക് അഡ്രസ്സ് അറിയണമല്ലോ. അപ്പോൾ ഏതായാലും പറഞ്ഞു വരുന്നത് ജബലു ഇലാലാണ്.